ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും രാജ്യസഭയുടെ അധ്യക്ഷനുമായ ജഗദീപ് ധൻഖറിനെതിരെ വളരെ ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷ കക്ഷികൾ. ഭരണഘടനയുടെ 67B പ്രകാരമാണ് അത്തരമൊരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നാൽ ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ ആദ്യമായിട്ടാകും അത്തരമൊരു ആരോപണത്തിനും ഒരു അവിശ്വാസ പ്രമേയത്തിനും ഒരു ഉപാധ്യക്ഷൻ ഇരയാകേണ്ടി വരുന്നത്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പർ ഹൗസാണ് രാജ്യസഭ. അവിടെ ഇരിക്കുന്നവർ വളരെ പരിണിതപ്രജ്ഞരും വലിയ സീനിയറുമായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ സഭയെ നിയന്ത്രിക്കുന്നത് കേവലം ഒരു MP-യിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്പീക്കറല്ല, മറിച്ച് രാജ്യത്തിൻ്റെ ഉപരാഷ്ട്രപതിയാണ്. അത്രമേൽ ഉയർന്ന സ്ഥാനത്തിരിക്കുമ്പോൾ അതിന് യോഗ്യതയും പക്വതയും പാകതയും ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ജഗദീപ് ധൻഖറെ സംബന്ധിച്ചിടത്തോളം ബംഗാൾ ഗവർണറായിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ക്ഷോഭവും ചിലപ്പോഴൊക്കെ പരിധി വിട്ടുള്ള പെരുമാറ്റവുമൊക്കെ ഒത്തിരി ചർച്ച ചെയ്തതാണ്. എന്നാൽ അങ്ങനെയുള്ള ആളുകൾ കാണുന്ന കൂടുതൽ സ്വീകാര്യത എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കിയതാണ്. ഏതായാലും രാജ്യസഭയിൽ 67B ആർട്ടിക്കിൾ പ്രകാരം ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ എ റെസൊല്യൂഷൻ ഓഫ് രാജ്യസഭ പാസ്ഡ് ബൈ ആൻ എഫക്റ്റീവ് മെജോറിറ്റി ആൻഡ് എഗ്രീഡ് അപ്പോൺ ബൈ ദ ലോക്സഭ വിത്ത് എ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു ക്ലോസ് ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നത്. ഇങ്ങനെ പ്രതിപക്ഷം പറയുന്നത് പ്രധാനമായും 3 പോയിൻറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് അദ്ദേഹത്തിൽ അവിശ്വാസമുള്ളതെന്നാണ്. ഒന്നാമത്തെ കാര്യം, ഓപ്പോസിഷൻ മെമ്പേഴ്സിന്, പ്രതിപക്ഷ മെമ്പർമാർക്ക് സ്വതന്ത്രമായി അവരുടെ അഭിപ്രായം പറയുന്നതിനുള്ള അവസരം നൽകുകയോ അല്ലെങ്കിൽ അവർ പറയുന്ന അഭിപ്രായത്തെ പരിഗണനാർഹമാം വിധം സഭയിൽ സ്വീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പാർലമെൻ്ററി കൺവെൻഷന് വിധേയമായി, കീഴ്വഴക്കങ്ങൾക്ക് വിധേയമായി ഒരു ഏകാധിപത്യ പ്രവണതയിൽ ആജ്ഞാപിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ പോലും സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ വാക്കുകൾ കൊണ്ടും അല്ലാതെയുമൊക്കെ ആക്ഷേപാർഹമായ രീതിയിൽ അവസരം നൽകാതിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൗസുകൾ നടത്തേണ്ടത് അഥവാ സഭകൾ റൺ ചെയ്യേണ്ടത് റൂൾസ് ആൻഡ് കൺവെൻഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളുമാണ് സഭയെ നയിക്കേണ്ടത്. അല്ലാതെ ഒരു സുപ്രീം അതോറിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഏകാധിപത്യ പ്രവണതയിൽ ഫ്ലോറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ചേംബറിൽ വിളിച്ച് പിന്നീട് ചർച്ച ചെയ്യുകയും ഹൗസിൽ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന കീഴ്വഴക്കം, അത് എപ്പോഴും പാർലമെൻറ്റിൻ്റെ ഹൗസിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയല്ല. അത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ, ബഹുമാന്യരായ പാർലമെൻറ്റ് അംഗങ്ങളെ വ്യക്തിപരമായ റിമാർക്സ് കൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. റൂൾ 238(2) പ്രകാരം രാജ്യസഭയിലെ റൂൾ പറയുന്നത്, എ മെമ്പർ വൈൽ സ്പീക്കിംഗ് ഷാൾ നോട്ട് മേക്ക് എ പേഴ്സണൽ ചാർജ് അഗൻസ്റ്റ് എ മെമ്പർ. ദിസ് ഈസ് എ റൂൾ ദാറ്റ് ചെയർമാൻ മസ്റ്റ് ഓൾസോ അബൈഡ് ബൈ. ഒരു അംഗം മറ്റൊരംഗത്തിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപാർഹമായ കാര്യങ്ങൾ പറയരുത്, അതുപോലെ ചെയർമാനും പറയരുതെന്നാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമൊക്കെ ജയാ ബച്ചൻ സംസാരിക്കാനിറങ്ങുമ്പോൾ ജയ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കുകയും, അങ്ങനെ വിളിക്കരുതെന്ന് അവർ പലതവണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ തന്നെ വിളിക്കുകയും അതിലവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോൾ നിങ്ങൾ വലിയ സെലിബ്രിറ്റി ആയിരിക്കും, ഞാൻ അങ്ങനെയൊന്നുമുള്ള ആളല്ല എന്ന് പറയുകയും അത് കേട്ട് മറ്റംഗങ്ങൾ സഭയിൽ എഴുന്നേറ്റ് അങ്ങനെ സെലിബ്രിറ്റി എന്നുള്ള പരിഗണനയല്ല ഇവിടെ വേണ്ടത്, ഒരു മെമ്പർ എന്നുള്ള പരിഗണനയാണ് വേണ്ടതെന്ന് പറഞ്ഞ് സംസാരിക്കുകയും അവരിറങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. അങ്ങനെ പോകുമ്പോഴും നമ്മളിൽ പറയുന്ന പോലെ തിരിച്ചറിവില്ലാത്ത വിധം ഈ പറയുന്നവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പെരുമാറാറുള്ളത്. ആ സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ മെമ്പർമാർ ആലോചിക്കുന്നത്. അത് വിജയിക്കാനൊക്കെ പ്രയാസമാണ്. കാരണം ഒരുപാട് മെജോറിറ്റി രാജ്യസഭയിലില്ല. പിന്നെ ലോക്സഭയുടെ കൂടി സിമ്പിൾ മെജോറിറ്റി വേണം, അവിടെ അത് കിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അത്തരമൊരു പ്രമേയം ഒരാളിൻ്റെ കാലയളവിൽ സഭയിൽ ഉയരുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആക്ഷേപാർഹമായ കാര്യം തന്നെയാണ്, പ്രൊവൈഡഡ് അങ്ങനെ ആക്ഷേപവും അഭിമാനവും ഉള്ളവർക്ക്.